എം ജോൺ, ഞാൻ മനസ്സിലാക്കാൻ താങ്കൾ ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ് എന്ന് അറിയാൻ കഴിയുന്നു. ഷോജി, ഇവിടെ മതപരിവർത്തനം നടത്തിയിട്ടല്ലേ പിടിച്ചകത്തിട്ടത് എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. സത്യമായും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യന്മാർ ഒരിക്കലെങ്കിലും ഈ പറയുന്ന മേഖലകളിൽ പോകണമെന്നാണ്. നമ്മൾ കേരളത്തിൻ്റെ പ്രിവിലേജ് ആലോചിക്കുമ്പോഴാണ് ഇത് എന്താണ് മതപരിവർത്തനം എന്നൊക്കെ തോന്നുന്നത്. ഈ ആദിവാസി മേഖലകളിൽ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ എല്ലാവിധ സുഖങ്ങളും ഉപേക്ഷിച്ച് പോയി അവിടെ പണിയെടുക്കുന്ന ആദിവാസികൾക്കിടയിലാണ്, ദളിതർക്കിടയിലാണ്, മേൽജാതിക്കാരൻ തൊടാനിറക്കുന്ന മനുഷ്യന്മാർക്കിടയിലാണ്, കുഷ്ഠരോഗികൾക്കിടയിലാണ്, അർബുദ രോഗികൾക്കിടയിലാണ്. അവർ ഈ ചെളിക്കുണ്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൈകൊണ്ടുവരാൻ നേരിട്ട് കണ്ടുള്ള ആളാണ് ഞാൻ. റോജി, വയറ് വിശക്കുന്നവൻ എന്തു മതം, എന്തു പരിവർത്തനം? വയറ് നിറഞ്ഞവൻ്റെ പ്രിവിലേജ് മാത്രമാണ് ഈ മതമൊക്കെ. റോജി, തീർച്ചയായിട്ടും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ ഛത്തീസ്ഗഡിലെ ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുകയും അവിടെ ഏതാണ്ട് 5-6 മാസക്കാലം അവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലേക്ക് ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നും അവിടുത്തെ മനുഷ്യർ ഏത് നിലയിലാണ് ജീവിക്കുന്നതെന്നും ഒക്കെ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കുവാനോ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സേവനങ്ങൾ നൽകുവാനോ സർക്കാർ സംവിധാനങ്ങൾ പോലും ഇല്ലാതിരിക്കുമ്പോൾ അവിടെയൊക്കെ ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളുമായിട്ടൊക്കെ എത്തുന്ന ഇത്തരത്തിലുള്ള മിഷണറികളാണ്, സിസ്റ്റേഴ്സൊക്കെയാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് അവിടെ മതപരിവർത്തനമൊന്നുമല്ല അവരുടെ വിഷയം. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പാണ്, അല്ലെങ്കിൽ അവരുടെ ജീവനാണ്, അവരുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമാണ്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ആ മേഖലകളിലൊക്കെ സേവനം നടത്തുന്ന കന്യാസ്ത്രീകളാണ് ഇവർ. ഇവർ നിരവധി ആളുകൾ അത്തരത്തിലുണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെന്ന് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണെന്ന് ഇദ്ദേഹത്തോട് ആരാണ് പറഞ്ഞത്? അതുപോലെ തന്നെ അദ്ദേഹം ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചു. പ്രാഥമികമായി വന്ന ചില റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, തുടക്കത്തിലുണ്ടായ കൺഫ്യൂഷനുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കേസൊക്കെ എടുത്തത് എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഛത്തീസ്ഗഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് അവിടെ നടന്നത് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ മതപരിവർത്തനവുമാണ് എന്ന്. എങ്ങനെയാണ് മതപരിവർത്തനം അവിടെ നടക്കുന്നത്? ഈ 3 പെൺകുട്ടികൾ ക്രൈസ്തവ മതവിശ്വാസികളാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ ക്രൈസ്തവ മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ 3 പേരെ എന്തിനാണ് ഈ കന്യാസ്ത്രീകൾ അവിടെ പോയി വീണ്ടും മതപരിവർത്തനം നടത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്നത്? അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അവിടെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ മതപരിവർത്തനവുമാണ് നടന്നത് എന്ന് ഇന്ന് വൈകുന്നേരം ഈ നിമിഷം വരെ ആവർത്തിച്ച് പറയുകയും അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണം അവിടെ നടക്കും? പോലീസിന് എങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും? ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ പെൺകുട്ടികളെ കണ്ടപ്പോൾ അവിടെ TTE അറിയിക്കുന്നത് പോലീസിനെ അല്ല, TTE അറിയിക്കുന്നത് ബജ്രംഗ് ദൾ പ്രവർത്തകരെയാണ്. അപ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ വന്ന് വലിയ കോലാഹലം ഉണ്ടാക്കുകയും പിന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസൃതമായി പോലീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകൾ, സഭാവസ്ത്രം അണിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ ധരിച്ച ആളുകൾ, അത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ അവർ ആക്രമിക്കപ്പെടാനുള്ളവരാണ് എന്നും അവർ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നും നിർബന്ധിതമായ ആളുകളെ കടത്തിക്കൊണ്ടു പോകുന്നവരാണ് എന്നുമൊക്കെയുള്ള പ്രതീതി ഒരു സംസ്ഥാനത്ത് സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും സൃഷ്ടിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമുക്കറിയാം, ഇന്നലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, പോലീസ് ഏത് തരത്തിലാണ് ഇവിടെ ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത്. ഇന്നലെ തന്നെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അവിടെ ദുർഗിലെത്തി, പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് ഇന്നലെ. കാരണം ഈ വിഷയം നമുക്കറിയാം, ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നിരവധി മണിക്കൂറുകൾ യാത്ര ചെയ്താൽ മാത്രമേ ഇവരുടെ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അവിടെ നിന്നും ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കൾ പുറപ്പെട്ട് ഇന്നലെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിലെത്തി. ഇന്നലെ മുതൽ അവർ കാത്തു നിന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തി പോലീസ് ഇതിനകത്ത് റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് തയ്യാറാവുന്നത്. എന്ന് വെച്ചാൽ ഈ കേസിൽ ഇവർക്ക് സാധിക്കാവുന്ന എല്ലാ വകുപ്പുകളും ഒരു കള്ളക്കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഈ ബജ്രംഗ് ദൾ സംഘപരിവാർ സംഘടനകളുടെ അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി പോലീസ് അടിസ്ഥാനമില്ലാത്ത വകുപ്പുകൾ ചാർത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവരായ ആളുകളെ വീണ്ടും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന നിർബന്ധിത മതപരിവർത്തന കുറ്റം ഉൾപ്പെടെ ചാർത്തിക്കൊണ്ട് ഒരു കാരണവശാലും അവർക്ക് ജാമ്യം കിട്ടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവരെ ജയിലിൽ അടയ്ക്കുകയും ഇവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, പോലീസ് നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് അന്വേഷിക്കും, ഇതിനകത്ത് BJP ഇടപെടൽ നടത്തുമെന്നൊക്കെ ഇവിടെ കേരളത്തിലുള്ള BJPക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിലെ BJPക്കാർ പറയുന്നത് വല്ലതും ദേശീയ തലത്തിലുള്ള BJPയുടെ ആരെങ്കിലും ഇതൊക്കെ കേൾക്കാൻ പോകണുണ്ടോ? അവരെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, കേരളത്തിന് പുറത്ത് BJPയുടെ രാഷ്ട്രീയം ക്രിസ്ത്യാനികളെ തല്ലുക എന്നുള്ളതാണ്.
ന്യൂനപക്ഷങ്ങളെ തല്ലുക എന്നുള്ളതാണ്. കേരളത്തിൽ വരുമ്പോൾ തലോടുകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ BJP-യുടെ നേതാക്കൾ ഞങ്ങൾ അവിടെ പ്രതിനിധി സംഘം പോകുന്നു, ഞങ്ങളിപ്പോൾ അവിടെ പോയി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇത്ര കൃത്യമായി രൂക്ഷമായ ഭാഷയിൽ ഈ കന്യാസ്ത്രീകളെ വിമർശിക്കുകയും അല്ലെങ്കിൽ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരെ അഭിനന്ദിക്കുകയും പോലീസിന് കൊടുത്തിരിക്കുന്ന കൃത്യമായ ഡയറക്ഷൻ കൂടിയാണ്. മുഖ്യമന്ത്രിക്കാണല്ലോ പോലീസിന്റെ ചുമതല. അതായത് ഈ കേസിൽ ഇത് നിർബന്ധിത മതപരിവർത്തനമാണ് എന്നും അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് എന്നും ഒക്കെ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നീതി നടത്തപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എവിടെയാണെന്നറിയോ? ഇവിടെ BJP-യെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. വഖഫ് ബില്ല് പാസ്സായതിൻ്റെ അന്ന് പിറ്റേ ദിവസമല്ലേ ഓർഗനൈസർ RSSന്റെ മൗത്ത് പീസ് ആയിട്ടുള്ള ഓർഗനൈസറിൽ വന്ന ആർട്ടിക്കിള് വഖഫ് ബോർഡ് കൈവശം വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വത്തുവകകൾ ഇന്ത്യയിൽ ക്രൈസ്തവ സഭ കൈവശം വയ്ക്കുന്നു, വരുതിയിലാക്കണം എന്നുള്ളതാണ് അതിന്റെ സന്ദേശം. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ വിവാദമായപ്പോൾ ആർട്ടിക്കിൾ പിൻവലിച്ചു. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളായാലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളായാലും അവരെയെല്ലാം തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തുക, തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത ആളുകളെ കള്ളക്കേസുകളിൽ കുടുക്കി തുറങ്കിലടയ്ക്കുക, അല്ലെങ്കിൽ മോബ് ലിഞ്ചിങ്ങിന് വിട്ടുകൊടുക്കുക, വ്യാപകമായി അവർക്കെതിരെ അക്രമങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ കൈക്കലാക്കുക. ഇത്തരത്തിലൊരു സമീപനമാണ് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇനി ഇവർ എത്ര കേക്ക് കൊണ്ട് കൊടുത്താലും ശരി, എത്ര പള്ളികളിൽ കയറി ഇറങ്ങി ഫോട്ടോ എടുത്താലും ശരി, ഇവർ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ നിന്നല്ല രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം.